ഇതാണ് സാംസങ്ങിൻ്റെ S25 Ultra ഇന്ന് നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുകയാണ്. ഇത് മാത്രമല്ല S25 പ്ലസ് അതേപോലെ S25 എല്ലാ മോഡലും നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. സോ ഈ മൂന്ന് ഫോണുകളുടെയും വിശദമായ കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത്. ഒന്ന് കണ്ട് മനസ്സിലാക്കി വെക്കാം. ആദ്യം നമുക്ക് S25 Ultra എടുക്കാം. ഇതിൻ്റെ ഒരു ഡിസൈൻ കണ്ടോ, ഇപ്പോൾ കംപ്ലീറ്റ് ഒരു ബോക്സി സ്റ്റൈലിലേക്ക് ഇത് മാറിയിട്ടുണ്ട്. ഇതിൻ്റെ കോർണറൊക്കെ ഇത്തിരി ഷാർപ്പ് രീതിയിലേക്ക് വന്നിട്ടുണ്ട്. എങ്കിലും നിങ്ങളിത് വാങ്ങിക്കുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും 24 Ultra ഉള്ള ആൾക്കാരാണെങ്കിലും നിങ്ങൾക്കൊരു പുതിയ ഫീൽ ആയിരിക്കും ഇത് കയ്യിൽ പിടിക്കുമ്പോൾ കിട്ടാൻ പോകുന്നത്. ഇതിൽ ഗൊറില്ല ഗ്ലാസിൻ്റെ ആർമർ 2 പ്രൊട്ടക്ഷൻ ആണ് വരുന്നത്. സോ സ്ട്രോങ് ആണ്, ഇന്ന് കിട്ടാവുന്നതിലേക്ക് ഏറ്റവും സ്ട്രോങ് ആയ ഡിസൈൻ തന്നെയാണ്, അല്ലെങ്കിൽ ബിൽറ്റ് ക്വാളിറ്റിയാണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ടിലെ ഡിസ്പ്ലേ നിങ്ങൾക്ക് കാണാം, അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലാണ് കൊടുത്തിരിക്കുന്നത്. ബെസൽസ് ഒക്കെ വളരെയധികം കുറഞ്ഞാണ് വന്നിരിക്കുന്നത് ഇത്തവണ. താഴെ ചിഹ്നമായാലും എല്ലാം ഒരുവിധം നല്ല ക്ലീൻ ലുക്കായിട്ടില്ലേ. ഞാൻ 25 Ultra'യുടെ ഒരു ഓവർവ്യൂ പെട്ടെന്നൊന്ന് കാണിക്കാം. താഴെ S Pen ആണ് കാണുന്നത്, പിന്നെ സ്പീക്കർ ഗില്ല്, അതേപോലെ ടൈപ്പ് സി പോർട്ട്, മെയിൻ മൈക്രോഫോൺ, സിം സ്ലോട്ട്, ലെഫ്റ്റ് സൈഡിൽ പവർ ബട്ടൺ, വോളിയം ബട്ടൺ, ടോപ്പിൽ സ്പീക്കർ ഗിൽ, ലെഫ്റ്റ് സൈഡ് ക്ലീൻ ആണ്. ഫ്രണ്ടും ബാക്കും നിങ്ങൾ ഇതിനോടകം തന്നെ കണ്ടു കഴിഞ്ഞു. ഇതാണ് 25 പ്ലസ്, ഇതാണ് 25. രണ്ടിൻ്റെ ലുക്ക് പുറകെ എന്നുള്ളത് കാണാം. താഴെ ഫ്രണ്ടിൽ എല്ലാ വശത്തും ഇത് ഒരേപോലെ തന്നെയാണ്. ഇനി ഇതിൻ്റെ ഓരോ കാര്യങ്ങളായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ പെർഫോമൻസ് സ്നാപ്ഡ്രാഗൺ 8 Elite എന്ന് പറഞ്ഞ പ്രോസസ്സറാണ് ഈ ഫോണുകളിൽ എല്ലാം ഉപയോഗിക്കുന്നത്. ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നത് ഏതായിരിക്കുമെന്ന് കൺഫ്യൂഷൻ മാറിയിരിക്കുകയാണ്. ഇതിൽ 8 Elite പ്രോസസ്സർ തന്നെയാണ് വരുന്നത്. അത് തന്നെ ഫോർ ഗാലക്സി എന്ന രീതിയിൽ ഇതിന് വേണ്ടി ഒപ്റ്റിമൈസ് ചെയ്ത രീതിയിലാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ പവറിനെ കുറിച്ച് ഞാൻ പറയേണ്ട ആവശ്യമില്ല. ടോപ്പ് ലെവൽ പെർഫോമൻസ് നമുക്ക് ഈ ഒരു ഫോണിൽ തീർച്ചയായിട്ടും കിട്ടും. ഗെയിമേഴ്സിനൊക്കെ ഇനിയും ബെറ്ററായ കൂളിംഗ് സിസ്റ്റവും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ടോപ്പ് ലെവൽ പെർഫോമൻസ് തരാൻ വേണ്ടുന്ന എല്ലാ സെറ്റപ്പും സ്നാപ്ഡ്രാഗൺ ചിപ്സെറ്റ് അടക്കം എല്ലാ സംവിധാനങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. സോ പെർഫോമൻസ് കൂടുതലായിട്ട് എക്സ്പീരിയൻസ് ചെയ്തിട്ട് തന്നെ പറയാൻ പറ്റുള്ളൂ. ഇനി ഇതിൻ്റെ ക്യാമറ, ഇവിടെയാണ് കാര്യമായ അടുത്ത ഇമ്പ്രൂവ്മെൻറ്റ് വന്നിരിക്കുന്നത്. 50 മെഗാപിക്സലിൻ്റെ വൈഡ് ആംഗിൾ ക്യാമറ, അൾട്രാ വൈഡ് ക്യാമറ 50 മെഗാപിക്സലാണ്. മുമ്പ് 12 മെഗാപിക്സലായിരുന്നു. ഇത് കാര്യമായിട്ട് അപ്ഗ്രേഡ് ചെയ്തിരിക്കുകയാണ്. ഒപ്പം തന്നെ മെയിൻ ക്യാമറ 200 മെഗാപിക്സൽ കൊടുത്തിരിക്കുകയാണ്. ടെലിഫോട്ടോ ലെൻസും 50 മെഗാപിക്സൽ തന്നെയാണ്. സോ മാക്രോ അടക്കമുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഹൈ റെസൊല്യൂഷനും ഹൈ ക്വാളിറ്റിയിലും എടുക്കാൻ സാധിക്കുന്നുള്ളത് ഇതിൻ്റെ ഒരു നല്ല അപ്ഗ്രേഡാണ്. ഞാൻ ഒരുപാട് ഫോട്ടോ സാമ്പിളും കാര്യങ്ങളും ഒക്കെ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്, ഇപ്പോഴേക്ക് പറ്റില്ല. ഇതൊരു ഫസ്റ്റ് ലുക്ക് വീഡിയോ ആണ്. വിശദമായ വീഡിയോ വരുമ്പോൾ ക്യാമറ സാമ്പിളും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് സെറ്റായിട്ട് വരുന്നുണ്ട്. ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണൊക്കെ എനേബിൾ ചെയ്ത് വെച്ചോളൂ. പിന്നെ എല്ലാത്തിനും പുറമെ നമ്മുടെ ഫേവറേറ്റ് ഐറ്റം S Pen ഇവിടെ ഇരിപ്പുണ്ട്. അവനെ വലിച്ചെടുക്കുക. പിന്നെ ഞാനൊന്നും പറയണ്ടല്ലോ, ഇവനെ വെച്ച് നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾക്ക് പരിധിയില്ല. ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം. പക്കാവായിട്ട് സെറ്റായിട്ട് വർക്ക് ചെയ്യും. ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് വിശദമായിട്ട് പറയണമെങ്കിൽ പറയാവുന്നതേ ഉള്ളൂ. സോ S Pen'ും ക്ലിയർ ആയിട്ട് ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ക്യാമറയിൽ വരുന്ന പ്രധാനപ്പെട്ട മാറ്റങ്ങൾ എന്ന് പറയുന്നത് HDR 10-bit HDR വീഡിയോ നമുക്ക് റെക്കോർഡ് ചെയ്യാൻ സാധിക്കും. ഓഡിയോ ഇറേസർ എന്ന് പറയുന്ന സംവിധാനം ഇതിൻ്റെ ക്യാമറയിലും ഇത്തവണ വരികയാണ്. അതായത് നമുക്ക് ക്യാമറയിൽ എടുക്കുന്ന വീഡിയോയിൽ വരുന്ന ഓഡിയോകൾ അതിലെ നോയ്സും കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്യാനും മ്യൂസിക് ഉണ്ടെങ്കിൽ അത് കൺട്രോൾ ചെയ്യാനും എല്ലാം സാധിക്കുന്ന ഓഡിയോ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാനുള്ള സെറ്റപ്പ് ഇതിനകത്ത് വന്നിട്ടുണ്ട്. സോ അതും ഒരു ഗംഭീര സംഭവമാവാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും വീഡിയോ വ്ളോഗ് എടുക്കുന്നവരെ സംബന്ധിച്ച് നോയ്സ് കൺട്രോൾ ചെയ്യാന്നുള്ളത് അത്യാവശ്യ ഘടകമാണ്. അത് ഇതിൽ വരുന്നുണ്ട്. ഒപ്പം തന്നെ ഇതിനകത്ത് വിർച്വൽ ആപ്പച്ചർ സെറ്റപ്പ് ഒക്കെ ഉണ്ട്. ആപ്പച്ചറൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വീഡിയോ ഷൂട്ട് ചെയ്യാനും എഡിറ്റ് ചെയ്യാനും സാധിക്കുന്ന സംവിധാനം. പിന്നെ ഇതിനകത്ത് വരുന്ന മറ്റൊരു ഗംഭീര സംഭവമാണ് ലോഗ് വീഡിയോസ്. നിങ്ങൾക്ക് ഇതുകൊണ്ട് ഇനി ലോഗ് വീഡിയോസും ഷൂട്ട് ചെയ്യാം. അതൊക്കെ പ്രോ ലെവലിൽ എഡിറ്റ് ചെയ്ത് ഉപയോഗിക്കാൻ സാധിക്കും. പ്രത്യേകിച്ചും കണ്ടന്റ് ക്രിയേറ്റേഴ്സിന് അടിപൊളിയായിരിക്കും. ക്യാമറ സാമ്പിൾസ് ഞാനിവിടെ കാണിക്കുന്നില്ല കേട്ടോ. ഇതൊരു ഫസ്റ്റ് ഇംപ്രഷൻ വീഡിയോ ആണ്. ക്യാമറ സാമ്പിൾസ് അടുത്ത വീഡിയോയിൽ കാണിക്കാം, ഡീറ്റെയിൽ വീഡിയോയിൽ. ഇനി ഈ ഫോണിൽ വരുന്നത് ഏറ്റവും മേജർ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് One UI 7 ഈ ഒരു ഫോൺ വരുന്നത്. അപ്പോൾ തന്നെ അറിയാം ഒട്ടനവധി അപ്ഡേറ്റും കാര്യങ്ങളും ഉണ്ട്. ഞാനൊരു വീഡിയോ ഓൾറെഡി നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഇവിടെ കൊടുക്കാം, കണ്ടു നോക്കുക. അത് കൂടാതെ പവർ ബട്ടണിൽ നമുക്ക് മുമ്പ് Bixby ആയിരുന്നു ഡിഫോൾട്ട് ആയിട്ടുണ്ടായിരുന്നത്. ഇത്തവണ ജെമിനയാണ് വരുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാം. ഈ ജെമിനയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. One UI 7 കംപ്ലീറ്റ് ആയിട്ടും AI ഇൻറ്റഗ്രേറ്റഡ് UI ആണെന്ന് നമുക്കറിയാം. അത് കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു ജെമിനൈ വഴി വർക്ക് ചെയ്യുന്നുള്ളതാണ്. എന്ത് തരം കാര്യങ്ങളും നമുക്ക് ജെമിനയോട് ഈ പവർ ബട്ടണിൽ പ്രസ് ചെയ്തുകൊണ്ട് പറഞ്ഞാൽ മതി, വോയിസ് ആയിട്ട് പറഞ്ഞാൽ മതി, പറയുന്നത് കൃത്യമായിട്ട് ചെയ്യും. അതായത് ഇപ്പോൾ നിങ്ങൾക്കൊരു പ്രത്യേക തരം റെസ്റ്റോറൻറ്റ്, അതിൽ പെറ്റ് അലൗഡ് ആയിട്ടുള്ള റെസ്റ്റോറൻറ്റ്, ഔട്ട്ഡോറിൽ ഇരിക്കാൻ പറ്റുന്ന റെസ്റ്റോറൻറ്റ്, അങ്ങനെ പല കാര്യങ്ങൾ കണ്ടീഷൻസ് പറഞ്ഞിട്ട് അതുപോലത്തെ ഒരു റെസ്റ്റോറൻറ്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ജെമിനയോട് ജസ്റ്റ് പറഞ്ഞാൽ മതി. ജെമിനൈ ആ പറഞ്ഞ കണ്ടീഷനിലുള്ള ഒരു റെസ്റ്റോറൻറ്റ് കണ്ടുപിടിച്ച് കൊണ്ടുതരും. അതും നമ്മുടെ ലൊക്കേഷൻ്റെ അടുത്തുള്ളത് തന്നെ കണ്ടുപിടിച്ച് കൊണ്ടുതരും. അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ പറയുന്നത് മനസ്സിലാക്കിക്കൊണ്ട് എല്ലാ കാര്യങ്ങളും കൂടി പരിഗണിച്ച് നമുക്ക് വേണ്ടി കാര്യങ്ങൾ കണ്ടെത്താൻ ജെമിനൈക്ക് കഴിയും. അതായത് മൾട്ടി മോഡൽ കോൺവെർസേഷൻ ഏജൻ്റാണ് ഇതിനകത്ത് വരുന്നതെന്ന് സാരം. നമ്മൾ പറയുന്നത് ഹ്യൂമൻ ലൈക്ക്, നമ്മൾ മനുഷ്യരോട് സംസാരിക്കുന്ന പോലെ സംസാരിച്ചാൽ തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കുകയും കൃത്യമായിട്ട് ചെയ്യുകയും ചെയ്യുന്ന ഒരു സെറ്റപ്പ്. പിന്നെ ഇതിനകത്ത് നമ്മൾ എന്ത് കാര്യമാണെങ്കിലും പറയുമ്പോൾ ഒരു കലണ്ടറിൽ ഒരു ഇവൻറ്റ് ആഡ് ചെയ്യാൻ പറഞ്ഞാൽ കൃത്യമായിട്ട് അത് സാംസങ് കലണ്ടറിൽ, ഈ ഫോണിൻ്റെ കലണ്ടറിൽ തന്നെയാണ് അത് ആഡ് ചെയ്ത് വയ്ക്കുക. കാരണം ഇതിൽ സപ്പോർട്ട് ചെയ്യുന്ന ഈ പറഞ്ഞ മൾട്ടി മോഡൽ, നമ്മൾ പറഞ്ഞാൽ അതനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുന്ന സംവിധാനം എല്ലാ ആപ്പുകളിലേക്കും സപ്പോർട്ട് ഇപ്പോൾ വരുന്നില്ല. ഇപ്പോഴേക്ക് ഗൂഗിൾ ആപ്പുകളിൽ സപ്പോർട്ട് വരുന്നുണ്ട്, സാംസങ് ആപ്പുകളിൽ സപ്പോർട്ട് വരുന്നുണ്ട്, എക്സ്ട്രാ ആയിട്ട് വാട്സപ്പിലും സ്പോട്ടിഫൈയിലും സപ്പോർട്ട് വരുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ഈ പറഞ്ഞ ആപ്ലിക്കേഷനുകളിലെല്ലാം പറയുന്ന പോലെ തന്നെ കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്തോളും. ഇതിൻ്റെ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ഫീച്ചറാണ് നിങ്ങൾക്കൊരു ഫോട്ടോ, നിങ്ങളുടെ കഴിഞ്ഞ വർഷത്തെ ഏതെങ്കിലും ഒരു മാസത്തെ ഒരു ട്രിപ്പിൻ്റെ ഫോട്ടോ എടുക്കണമെങ്കിൽ നിങ്ങൾ ഗാലറി തുറന്ന് അതിൽ പോയി സെർച്ച് ഒന്നും ചെയ്യേണ്ട. ജസ്റ്റ് പവർ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ ജെമിനൈ വരും. ജെമിനൈയോട് ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ മതി ഇന്ന ട്രിപ്പിൻ്റെ അല്ലെങ്കിൽ ഇന്ന
ടൈമിലെ ട്രിപ്പിൻ്റെ ഒരു ഫോട്ടോ എടുത്തുകൊണ്ടാൻ പറഞ്ഞാൽ ഇവൻ ഗാലറി പോയി തപ്പി എടുത്തുകൊണ്ട് തരും. സോ ഇങ്ങനെ ഒട്ടനവധി AI ഫീച്ചറുകൾ ഇതിനകത്തേക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്തിരിക്കുകയാണ്. ഇതെല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് ഉപയോഗിച്ച് നോക്കി ഡീറ്റെയിൽഡ് എക്സ്പീരിയൻസുമായിട്ട് നമ്മൾ വരും. പിന്നെ ഇതാ താഴെ കാണുന്ന ഈ നൗ ബാർ കണ്ടോ, നമ്മൾ ഏത് തരം ഒരു ആക്ടിവിറ്റി ആണെങ്കിലും അത് One UI 7ൻ്റെ ഫീച്ചറാണ്. ഏത് തരം ആക്ടിവിറ്റി ആണെങ്കിലും അത് കൃത്യമായിട്ട് താഴെ ഇങ്ങനെ ലൈവായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇത് നൗ ബാർ. ഇതിൽ തന്നെ നൗ ബ്രീഫ് എന്ന് പറയുന്ന സംവിധാനമുണ്ട്. നമ്മുടെ ഒരു ദിവസത്തെ ഫംഗ്ഷൻസും ആക്ടിവിറ്റീസ് എന്തൊക്കെയാണോ അതെല്ലാം ഇതിലത്തെ AI മനസ്സിലാക്കി അവൻ തന്നെ ഇവിടെ താഴെ ബ്രീഫായിട്ട് നമുക്ക് കാണിച്ചു തരും. ഇപ്പോൾ വൈകിട്ട് നമുക്ക് അടുത്തടുത്ത പരിപാടികൾ എന്തൊക്കെയാണോ അതെല്ലാം ഈ ഒരു നൗ ബ്രീഫിനകത്ത് നിന്ന് നമുക്ക് കിട്ടും. സോ അതും ഇവിടെ നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ആയ ഭാഗമാണ്. സോ അപ്പോൾ നമ്മൾ ഒരുപാട് ഗാലക്സി AI ഫീച്ചറുകൾ, അഡ്വാൻസ്ഡ് ആയ മൾട്ടി മോഡൽ AI സംവിധാനങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു. ഇതെല്ലാം ഓൺ ഡിവൈസിലാണ് സ്റ്റോർ ചെയ്യുന്നത്. ഒരിക്കലും ഓൺലൈനായിട്ട് തന്നെ വെക്കണം എന്ന് ആവശ്യമില്ല. കംപ്ലീറ്റ് ആയിട്ടും ഓൺ ഡിവൈസാണ്. അത് തന്നെ നോക്സ് സെക്യൂരിറ്റിയുടെ സംവിധാനത്തോടു കൂടിയാണ് പ്രൊട്ടക്ട് ചെയ്തിരിക്കുന്നത്. സോ ഭയമില്ലാതെ ധൈര്യമായിട്ട് നമുക്ക് നമ്മുടെ ഡാറ്റ സേഫ്റ്റിയെക്കുറിച്ച് ടെൻഷൻ ഇല്ലാതെ ഇതിനകത്ത് ഈ AI ഫീച്ചറുകളെല്ലാം ഉപയോഗിക്കാൻ സാധിക്കുന്നുള്ളത് ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ്. S25 സീരീസിൻ്റെ പ്രത്യേകതയാണ്. പിന്നെ എല്ലാത്തിനും പുറമെ നമ്മുടെ ഫേവറേറ്റ് ഐറ്റം S Pen ഇവിടെ ഇരിപ്പുണ്ട്. അവനെ വലിച്ചെടുക്കുക. പിന്നെ ഞാനൊന്നും പറയണ്ടല്ലോ, ഇവനെ വെച്ച് നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾക്ക് പരിധിയില്ല. ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം. പക്കാവായിട്ട് സെറ്റായിട്ട് വർക്ക് ചെയ്യും. സോ മൊത്തത്തിൽ S25 സീരീസിൻ്റെ ഒരു ഫസ്റ്റ് ലുക്കാണ് ഞാൻ ഷെയർ ചെയ്തത്. പ്രധാനമായിട്ടും ഇതിൽ കണ്ട കാര്യങ്ങൾ, ഇവനെൻ്റെ കിട്ടിയപ്പോൾ ഈ കുറച്ച് നേരം കൊണ്ട് എനിക്ക് അനുഭവിക്കാൻ കഴിഞ്ഞ കാര്യങ്ങൾ, തോന്നിയ ഫീലാണ് ഞാൻ പറയുന്നത്. ഗംഭീരമായൊരു ചേഞ്ച്, നല്ലൊരു പുതിയ അനുഭവം നിങ്ങൾക്ക് കിട്ടും. S25 സീരീസിലെ ഫോണുകൾക്ക് തീർച്ചയായിട്ടും എടുക്കാമെന്ന് തോന്നുന്നു. നിങ്ങളുടെ അഭിപ്രായം ഇത് കണ്ടതിൽ നിന്നും കേട്ടതിൽ നിന്നും എന്താണ് തോന്നിയത്? സ്നാപ്ഡ്രാഗൺ പ്രോസസ്സർ, ഈ പറഞ്ഞ എല്ലാ AI ഫീച്ചറുകൾ, ക്യാമറ ഇംപ്രൂവ്മെൻറ്റ്സ്, എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു. എന്താണ് തോന്നിയതെന്ന് തീർച്ചയായിട്ടും കമൻറ്റായിട്ട് ഷെയർ ചെയ്യാം. പിന്നെ ഇതിൻ്റെ വിശദമായ വീഡിയോയ്ക്ക് വേണ്ടി നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കണ്ട. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയർ ഒക്കെ ചെയ്യാം. വീണ്ടും ഒരു വീഡിയോയിൽ കാണാം. ബൈ.